റീമിഷൽ നമ്മുടെ എക്സാൻവേ ഫൗണ്ടേഷൻ 8C1 മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. മെൻറ്റർ റീമിഷലിനെ കുറിച്ച് സ്ഥിരം പറയാറുള്ളത് എല്ലാ എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റീസിലും ഉണ്ടാവും, കൂടെ നമ്മുടെ എക്സാൻവേയുടെ മുഴുവൻ എക്സാമുകളിലും ടോപ്പർ ആയിട്ടുള്ള ആളാവും. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ മദർ ആണ് ഒരു കാരണമായിട്ട് മെൻറ്ററൊക്കെ പറയാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ കുട്ടിയെ വളർത്തിയെടുത്തത്? അതായത് അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവളാണ്, എല്ലാ ഹാർഡ് വർക്കും എല്ലാം ചെയ്യുന്നത് അവളാണ്. പക്ഷേ ഒരു മദർ എന്ന നിലയിൽ എൻ്റെ സപ്പോർട്ട് എന്തിനും പിന്നെ പഠനത്തിൻ്റെതാണെങ്കിലും ആക്ടിവിറ്റീസിനാണെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ഞാൻ അവൾക്ക് ചെയ്യും. പിന്നെ പഠിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പെൻഡിങ് വെക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. ഇപ്പോൾ 8th അപ്പോൾ ഇനി 9th 10th നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് 6th മുതൽ തുടങ്ങുന്നുണ്ട്. അതെ. അപ്പോൾ 10th വരെയുള്ള നമ്മുടെ ഒരു ജേർണിയിൽ ഇപ്പോൾ 8ാം ക്ലാസ് മുതലേ ഫൗണ്ടേഷൻ ചെയ്യുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും 9th 10th കഴിഞ്ഞ് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭാവിയിൽ +2 കഴിഞ്ഞ് എത്തണം എന്നൊക്കെ ഡ്രീം ഉണ്ടാവും. എന്താണ് റീമിൻ്റെ ഒരു ഭാവി കരിയർ പ്ലാൻ, ഡ്രീം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ? അങ്ങനെ എന്താ പറയുക, ഒന്നും അവൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് അവൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അത് അവൾ മെഡിസിൻ എടുക്കണമെങ്കിൽ എടുക്കാം, അവൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ എടുക്കാം. പക്ഷെ അതൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണം, അത് ഞാൻ അവളോട് എപ്പോഴും പറയലുണ്ട്. ഇപ്പോൾ എക്സാൻവേ ഫൗണ്ടേഷൻ എന്നുള്ള എത്രമാത്രം ഹെൽപ്ഫുൾ ആവാറുണ്ട്? അത് എനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുള്ളുണ്ട്. കാരണം നിങ്ങളുടെ വീഡിയോസും റെക്കോർഡ് ക്ലാസ്സുകളും വീണ്ടും വീണ്ടും സംശയം ഉണ്ടെങ്കിൽ അവൾ വീണ്ടും വീണ്ടും ഇട്ട് കാണുന്നുണ്ട്. കാരണം ഒരു എക്സാം എടുക്കുമ്പോഴും ചെയ്യുമ്പോഴും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ റെക്കോർഡ് ക്ലാസ് അവൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ റെക്കോർഡ് ക്ലാസ് അവൾക്ക് ഇഷ്ടമാണ്. എല്ലാവരും ചില കുട്ടികൾ ചിലപ്പോൾ ഇരിക്കാറുണ്ടാവില്ല, പക്ഷെ അവൾ ആ ക്ലാസ് വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. പിന്നെ അവളുടെ മെൻറ്റർ, അതും പറയാതിരിക്കാൻ വയ്യ, ഏത് നേരം സപ്പോർട്ടീവായിട്ട് ബാക്കിലുണ്ട്. തീർച്ചയായിട്ടും പാരൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ കൂടുതലും മെൻറ്റേഴ്സിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. പാരൻസിന് മക്കളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ കൂടെ മെൻറ്റേഴ്സ് സ്ഥിരമായിട്ട് അവരെ ഫോളോ ചെയ്യാൻ കൂടെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. അപ്പോൾ റീം തന്നെ പറയട്ടെ, എങ്ങനെയുണ്ട് നമ്മുടെ ഹന്ന മാമിൻ്റെ ഒരു മെൻറ്റർഷിപ്പ് എന്നുള്ളത്? ഒരു സെക്കൻഡ് പാരന്റ് എന്ന നിലയ്ക്ക് നമ്മളോട് എങ്ങനെയാണോ ഉമ്മമാർ നമ്മൾ ബാക്കായിട്ട് സപ്പോർട്ട് ചെയ്താൽ അതുപോലെ ഉണ്ടാവും, രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ, നമ്മുടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എത്രമാത്രം ഇപ്പോൾ ഹെക്റ്റിക് ആവായി പോകാറുണ്ടോ? മേ ബി കുട്ടികൾക്ക് സ്കൂളിലുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം നമ്മുടെ ക്ലാസ് കാണേണ്ടി വരും. മെൻറ്റേഴ്സൊക്കെ സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നോട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട്, ജോയിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ രണ്ടും കൂടെ മാനേജ് ചെയ്ത്? ഇതുവരെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അവൾ ഓരോ പരിപാടിക്ക് ആക്ടിവിറ്റീസിന് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഇത്തിരി സമയം വൈകും കാണാൻ. എന്നാലും അന്നന്ന് കണ്ടു തീർത്തിട്ടാണ് കിടക്കൽ. ഒരു ലൈവ് ക്ലാസ് ഇതുവരെ കട്ടാക്കിയിട്ടില്ല, എല്ലാ ലൈവ് ക്ലാസ്സിലും കയറലുണ്ട്. അതെ, എല്ലാ ടേം എക്സാംസിലും ടോപ്പറായിട്ട് വരുന്ന ഒരാളാണ് റീം എന്നുള്ളത് മെൻറ്റേഴ്സ് സ്ഥിരം പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷങ്ങളിലൊക്കെ ഫൗണ്ടേഷൻ തുടരാൻ തന്നെയാണ് പ്ലാൻ? അങ്ങനെയാണ് ആഗ്രഹം. തീർച്ചയായിട്ടും മനസ്സിൽ അങ്ങനെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മുടെ ഫാക്കൽറ്റീസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സാണ്. ഓക്കെ, നമുക്കൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഓരോ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഇപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് നമ്മൾ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കൊടുക്കാറുണ്ട് പ്രാക്ടീസിനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഹെൽപ്ഫുൾ ആകാറുണ്ടോ ആക്ച്വലി? അതോ ഇനി ബോർഡ് എക്സാംസിൽ സ്കൂളിൽ അത് എത്രമാത്രം പെർഫോം ചെയ്യാൻ കഴിയാതെ പോകാറുണ്ടോ? ഇതൊക്കെ പാടെ പഠിച്ച് സ്കൂളിൽ പോയി അവിടെ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെ അവസ്ഥ ഉണ്ട്? ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ള ടിപ്പും ട്രിക്കും ഒക്കെ വീഡിയോ വഴി കിട്ടുന്നുണ്ട്. ഓക്കെ, നല്ല ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ആസ് എ പാരന്റ് നിങ്ങൾ ഹാപ്പിയാണ്? ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പീസ് പബ്ലിക് സ്കൂളിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഫൗണ്ടേഷനിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആസ് എ പാരന്റ് എന്നുള്ള നിലയിൽ ഇത്രമാത്രം സന്തോഷം ആയിരിക്കുന്നു എന്നുള്ളത് നമുക്കും വലിയൊരു സന്തോഷം. എനിക്ക് സന്തോഷമാണ്. പിന്നെ മെൻറ്റർ കാര്യത്തിലും സന്തോഷമാണ്. കുട്ടികളെ നല്ലോണം ഏത് സമയത്ത് ഏത് രാത്രിയിലാണെങ്കിലും മെസ്സേജ് അയച്ചാൽ മറുപടി ഉണ്ട്. പിന്നെ എന്ത് സംശയം ചോദിച്ചാലുണ്ട്. പിന്നെ അവരുടെ എന്തെങ്കിലും സംശയിച്ചാൽ ഫാക്കൽറ്റീസിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ ഉത്തരം തിരിച്ച് നമുക്ക് തരുന്നുണ്ട്. അതിലൊക്കെ ഓക്കെയാണ്, സംതൃപ്തിയാണ് എക്സാൻവേയിൽ. ഓക്കെ, താങ്ക്സ് അലോട്ട്.